ജോൺ വിക്ക് വയലൻസിന്റെ നരകത്തിലേക്ക് സ്വാഗതം. മാർക്കോ റിവ്യൂ. ചെകുത്താന്മാർ വാഴുന്ന തീയും ചോരയുമായി തിളയ്ക്കുന്ന നരക സാമ്രാജ്യത്തിന്റെ ഏതോ കോണിൽ നടക്കുന്ന യുദ്ധം. രക്തം കൊണ്ടെഴുതിയ കഥ. ഒരു സിനിമയിലെ വില്ലനെ നായകനാക്കി സ്പിൻ ഓഫ് സിനിമ എടുക്കുക അത്ര എളുപ്പമല്ല. കാവൽ മാലാഖയായ മിഖായേലിനെ പോലെയല്ല മാർക്കോ. മിഖായേൽ സ്വർഗത്തിന്റെ സൈനാധിപനാണെങ്കിൽ മാർക്കോ നരകത്തിന്റെ സംരക്ഷകനാണ്. മാർക്കോയുടെ കഥ നടക്കുന്നതും നരകത്തിലാണെന്ന് പ്രേക്ഷകർക്ക് തോന്നാം. കാരണം സൂര്യനു താഴെ നടക്കുന്ന സകല തിന്മകളും ഈ സിനിമയിലുണ്ട്. ജോർജ് പീറ്റർ അടക്കി വാഴുന്ന അഡാട്ട് കുടുംബത്തിലെ അനുസരണയുള്ള നായ എന്നാണ് മാർക്കോയെ ശത്രുക്കൾ പോലും വിശേഷിപ്പിക്കുന്നത്. മിഖായേൽ സിനിമയിൽ സിദ്ദീഖ് അവതരിപ്പിച്ച ജോർജ് പീറ്റർ എന്ന അതേ കഥാപാത്രം. ജോർജിന് താഴെ 2 സഹോദരങ്ങളാണ്. പെങ്ങൾ ആൻസിയും ഇളയ സഹോദരൻ വിക്ടറും. ജോർജിന്റെ അപ്പൻ മാർക്കോ സീനിയർ. ആ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന അനാഥ കുട്ടിയാണ് മാർക്കോ. ജോർജും വിക്ടറും ഒഴികെ മറ്റു കുടുംബാംഗങ്ങൾക്ക് പിഴച്ച സന്തതിയാണവൻ. മിഖായേൽ സിനിമയിൽ നിന്ന് സംവിധായകൻ ഹനീഫ് അദേനി കടമെടുത്തിരിക്കുന്നത് ഇത് മാത്രമാണ്. അഡാട്ട് കുടുംബവും ജോർജ് പീറ്ററും അയാളുടെ കള്ളക്കടത്തിലെ പങ്കാളികളായ സിൻഡിക്കറ്റുകളെയുമാണ് ഈ യൂണിവേഴ്സിൽ അദേനി പരിചയപ്പെടുത്തുന്നത്. വയലൻസ് വയലൻസ് വയലൻസ്. വയലൻസിന്റെ അതിപ്രസരമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. കടുകെട്ടി മനസ്സുള്ളവർ പോലും പതറിപ്പോകുന്നത്ര ക്രൂരത നിറഞ്ഞ രംഗങ്ങളുടെ ധാരാളിത്തമാണ് മാർക്കോയിൽ. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതിനു മുൻപ് ഇതുപോലുള്ള വയലൻസ് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ചും ക്ലൈമാക്സിന് തൊട്ടു മുമ്പുള്ള സീനുകളൊക്കെ മാരകം. ജോൺ വിക്ക്, കിൽ, അനിമൽ പോലുള്ള സിനിമകളിൽ കണ്ട വയലൻസ് അല്ല, അതുക്കും മേലെ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ലോലഹൃദയർ ഈ വഴിക്ക് വരരുത്. ഹോളിവുഡ് ലെവലിലാണ് ആക്ഷൻ സീനുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. യു ആർ ഡീലിംഗ് വിത്ത് ദ റോങ് പേഴ്സൺ എന്ന ഡയലോഗോടെ വരുന്ന ഉണ്ണി മുകുന്ദന്റെ ഇൻട്രോ സീനിൽ തന്നെ സിനിമയുടെ ക്വാളിറ്റി പ്രകടമാണ്. ഹൈ ക്വാളിറ്റി ആക്ഷനൊപ്പം എക്സ്ട്രീം വയലൻസ്. മാസിന് വേണ്ടി മാത്രം എഴുതി ചേർക്കപ്പെട്ട സീനുകളൊന്നും ചിത്രത്തിലില്ല. കഥയുടെ വേഗത്തിനൊത്ത ആക്ഷൻ സീനുകളാണ് സിനിമയിലേത്. ഇന്ത്യൻ ജോൺ വിക്ക് എന്ന വിശേഷണം ഉണ്ണി മുകുന്ദന് ചാർത്തി കിട്ടിയാൽ പോലും അത്ഭുതമില്ല. സ്ലാഗിലും ലുക്കിലും ആക്ഷൻ രംഗങ്ങളിലുമൊക്കെ ഉണ്ണിയുടെ സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയണം. പ്രത്യേകിച്ചും ഇന്റർവെല്ലിന് തൊട്ടു മുമ്പുള്ള ആക്ഷൻ സീക്വൻസിലെ ഈവിൾ പ്രകടനം. ഡയലോഗ് ഡെലിവറിയിലും താരം കയ്യടി നേടുന്നുണ്ട്. തന്റെ നിഷ്കളങ്ക മുഖത്ത് നിന്ന് ഡെവിലിഷ് ലുക്കിലേക്കുള്ള പരകായ പ്രവേശനമാണ് സിനിമയിലുടനീളം. മാർക്കോ എന്ന പേരിന്റെ ഗാംഭീര്യം ആക്ഷനിലും ശരീര ചലനങ്ങളിലും സംഭാഷണത്തിലുമെല്ലാം പ്രകടമാക്കാൻ ഉണ്ണി മുകുന്ദന് കഴിയുന്നു. ജോർജ് പീറ്ററായി സിദ്ദീഖും കട്ടയ്ക്കുണ്ട്. മിഖായേൽ സിനിമയിൽ എങ്ങനെയായിരുന്നോ അതേ ലുക്കിലാണ് മാർക്കോയിലും നടനെത്തുന്നത്. എന്നാൽ മിഖായേലിൽ പറഞ്ഞു മാത്രം കേൾക്കുന്ന ജോർജിന്റെ വില്ലത്തരവും ആ കഥാപാത്രത്തിന്റെ വലുപ്പവും ഈ സിനിമയിൽ കാണാം. ജോർജ് പീറ്ററിന്റെ ബിസിനസ് പങ്കാളി ടോണി ഐസക്കായി എത്തുന്ന ജഗദീഷാണ് ഞെട്ടിക്കുന്ന മറ്റൊരു താരം. ബോഡി ലാംഗ്വേജിലും ലുക്കിലും ക്രൂരനായ വില്ലനായി ജഗദീഷ് അരങ്ങുവാഴുന്നു. സമീപകാലത്ത് ജഗദീഷിന്റെ മികച്ച വേഷങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു പൊൻതൂവലാണ് ടോണി ഐസക്. ജഗദീഷിനേക്കാൾ ഞെട്ടിച്ചത് ടോണി ഐസക്കിന്റെ മകൻ റസ്റ്റലിനെ അവതരിപ്പിച്ച പുതുമുഖ നടനാണ്. അനശ്വര നടൻ തിലകന്റെ 2ാം തലമുറയിലെ അംഗം. നടൻ ഷമ്മി തിലകന്റെ മകൻ അഭിമന്യു ഷമ്മി തിലകനാണ് അരങ്ങേറ്റം ഗംഭീരമാക്കിയത്. ആ കുടുംബത്തിൽ നിന്ന് മറ്റൊരു പ്രതിഭ കൂടി പിറവിയെടുത്തിരിക്കുന്നുവെന്നും പറയാം. ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന കൊടും ഭീകരൻ സൈറസായി കബീർ ദ്വാൻ സിംഗ്. ടർബോയിലടക്കം ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ആളിത്ര ടെററാണെന്നറിയാൻ മാർക്കോ വേണ്ടി വന്നു. മാർക്കോയുടെ സഹോദരൻ വിക്ടറായി എത്തുന്നത് ഇഷാൻ ചൌക്കത്തി എന്ന പുതുമുഖമാണ്. തന്റെ അരങ്ങേറ്റം ഇഷാൻ മനോഹരമാക്കി. ആൻസൺ പോൾ, അജിത് കോശി, അർജുൻ നന്ദകുമാർ, ശ്രീജിത്ത് രവി, സജിത രവി, മാസ്റ്റർ റയാൻ, ബോളിവുഡ് നടി യുക്ത തരേജ, ദിനേശ് പണിക്കർ, സനീഷ് നമ്പ്യാർ, വിപിൻ കുമാർ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ബോക്സ് ഓഫീസിൽ അധികമൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോയ സ്വന്തം സിനിമയിലെ വില്ലനെ വെച്ച് നായകനായി ഒരു സിനിമയെടുക്കുക എന്നത് ഏത് സംവിധായകനും വെല്ലുവിളിയാണ്. അവിടെയാണ് ഹനീഫ് അദേനിയുടെ വിഷൻ എത്രമാത്രം മൂർച്ചയേറിയതായിരുന്നുവെന്ന് തിരിച്ചറിയേണ്ടത്. മാർക്കോ എന്ന യൂണിവേഴ്സിലേക്ക് അയാൾ കൊണ്ടുവന്ന എല്ലാ ഘടകങ്ങളും കൃത്യമായി സംയോജിപ്പിക്കാനായി എന്നതും സിനിമയുടെ വിജയത്തിന് കാരണമാണ്. ചന്ദ്രു സെൽവരാജിന്റെ ഛായാഗ്രഹണം മാർക്കോയുടെ പ്രതികാരത്തിന് ആക്കം കൂട്ടുന്നു. വിദേശ ആക്ഷൻ സിനിമകളിൽ കണ്ടിട്ടുള്ള ക്രിയേറ്റീവ് ഷോട്ടുകൾ ഇഷ്ടം പോലെ സിനിമയിലുണ്ട്. അത് പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയും ക്യാമറ ആംഗിളും ലൈറ്റിംഗും ഒക്കെ അതിഗംഭീരം. സംഗീത സംവിധായകൻ രവി ബസൂറാണ് സിനിമയുടെ മറ്റൊരു മുതൽക്കൂട്ട്. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന BGMുമായി സിനിമയുടെ മൂഡ് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് രവിയുടെ മാജിക് ആണ്. ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് കട്ടുകളും പ്രശംസനീയം. 2 മണിക്കൂർ 25 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. പ്രേക്ഷകരെ ഒരു ഘട്ടത്തിൽ പോലും മുഷിപ്പിക്കാതെ പിടിച്ചിരുത്തുന്നതിലും ഷമീറിന്റെ പങ്ക് വലുതാണ്. സുനിൽ ദാസിന്റെ കലാസംവിധാനവും സിനിമയോട് നീതി പുലർത്തി. ലൊക്കേഷനുകൾ അധികമില്ലെങ്കിലും ഫാക്ടറി പോലുള്ള സ്ഥലങ്ങളുടെ സെറ്റുകൾ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിന്നു. സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ആണ്. ചിത്രത്തിനായി 7ഓളം ഫൈറ്റ് സീക്വൻസുകളാണ് കിങ്സ്റ്റൺ ഒരുക്കിയത്. 7ഉം ഒന്നിനൊന്ന് മെച്ചം.
സപ്ത റെക്കോർഡ്സ് ആണ് സൗണ്ട് ഡിസൈൻ. ഓഡിയോഗ്രഫി രാജകൃഷ്ണൻ MR. കലാസംവിധാനം മേക്കപ്പ് സുധി സുരേന്ദ്രൻ. വയലൻസിന്റെ അതിപ്രസരമുള്ള ആക്ഷൻ സിനിമയ്ക്ക് അതിനർഹിക്കുന്ന ബജറ്റ് നൽകി അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇടവരുത്താതെ പൂർത്തിയാക്കിയ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദിനും അഭിമാനിക്കാം. മാർക്കോ മലയാളത്തിൽ മാത്രമല്ല പാൻ ഇന്ത്യ ലെവലിൽ ചർച്ചയായേക്കാവുന്ന ചിത്രമാണ്. സിനിമയെ കുറിച്ച് സ്വാഭാവികമായും രണ്ടഭിപ്രായം ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഈ സിനിമ തീർക്കുന്ന ബെഞ്ച് മാർക്ക് വരാനിരിക്കുന്ന മലയാള സിനിമകൾക്കൊരു വെല്ലുവിളിയാണ്.